പ്രീതികർത്ത സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. ലോകചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറേയധികം മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് കുറേയധികം ചോദ്യങ്ങളുമായിട്ട് വീണ്ടും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ പ്രധാനമായും വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് ചില ചോദ്യങ്ങളും കൂടാതെ ലോകമഹായുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാം. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായത്? അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്കവിടെ 3 വർഷങ്ങൾ ഓർമ്മിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോയിരുന്നു. അമേരിക്ക സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതായിട്ട് ഔദ്യോഗികമായി കണക്കാക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1776-ലാണ്. അമേരിക്ക സ്വാതന്ത്ര്യ യുദ്ധത്തിൽ ഇംഗ്ലണ്ടിലെ സൈന്യത്തെ പരാജയപ്പെടുത്തിയത്, കോൺവാലിസ് പ്രഭുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ജോർജ് വാഷിംഗ്ടന്റെ നേതൃത്വത്തിലുള്ള സൈന്യം പരാജയപ്പെടുത്തിയത് 1781-ലാണ്. ഒടുവില് ഫ്രാൻസിന്റെ മാധ്യസ്ഥതയിൽ, ലൂയി 16-ന്റെ മാധ്യസ്ഥതയിൽ അമേരിക്കയ്ക്ക് ഇംഗ്ലണ്ട് സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉടമ്പടി ഒപ്പുവെച്ചത് 1783-ലാണ്. ഓക്കെ, അപ്പോ സ്വാതന്ത്ര്യം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് 1783 ആരുടെ മാധ്യസ്ഥതയില്? ഫ്രാൻസിന്റെ മാധ്യസ്ഥതയില്, ലൂയി 16-ന്റെ മാധ്യസ്ഥതയില്. അപ്പൊ ഇവിടെ വെച്ച ഉടമ്പടി ഒപ്പുവെച്ച പാരീസിൽ വെച്ച്. നോക്കിയേ ആൻസർ ഇതിലുണ്ടോന്നോ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധമില്ല. ഫിലാഡൽഫിയ ഉടമ്പടി ബന്ധമില്ല. പാരീസ് ഉടമ്പടി, യെസ്, അതാണ് ശരി. ഇനി ഇതിലൊരു കോമഡി ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാല്, ഈ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിന് കൃത്യമായ ചരിത്രത്തെക്കുറിച്ച് ധാരണയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം വേഴ്സായി ഉടമ്പടി അവിടെ ഉൾക്കൊള്ളിച്ചത്. ഈ വേഴ്സായി ഉടമ്പടി എവിടെ വെച്ചാണ് ഒപ്പുവെക്കുക? പാരീസിൽ വെച്ച് തന്നെ. പാരീസിലെ ഫ്രാൻസിന്റെ ഭരണസിരാ കേന്ദ്രമായ വേഴ്സായി കൊട്ടാരത്തിൽ വെച്ചാണ് ഒപ്പുവെക്കുക. അതും പാരീസിൽ വെച്ച് തന്നെയാണ് ഒപ്പുവെച്ചത്. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ വേഴ്സായി കൊണ്ടുവന്നത്. എങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവട്ടെ, വേഴ്സായി കൊട്ടാരം പാരീസിൽ തന്നെയാണെന്ന കാര്യം ഓർമ്മിക്കുക. വേഴ്സായി കൊട്ടാരം പണി കഴിപ്പിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ആരാണ്? ലൂയി 16-മാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് എന്ന കാര്യം മറക്കാതിരിക്കുക കേട്ടോ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേക്കാം. ടെന്നീസ് കോർട്ട് സത്യം, ടെയ്ലി, റുത്തെ, ഗബർലെ എന്നീ നികുതികൾ. ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി വിമതരുടെ ജേണലായിരുന്നു. പ്രൈഡ്സ് പർജ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ശരിയാണ്. ഇത് PS ചോദിച്ചപ്പോൾ എങ്ങനെയാണ് തന്നത്, അതുകൊണ്ട് ഞാൻ അതേപടി കൊണ്ടുവന്നതാണ് കേട്ടോ. നികുതികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫ്രഞ്ചില് എസ്റ്റേറ്റ് 3 എസ്റ്റേറ്റ് ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിവ അല്ലെ. എസ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? നികുതി കൊടുക്കേണ്ടത് അല്ലെ. 1-ാം എസ്റ്റേറ്റിന് നികുതി ഉണ്ടോ? ഇല്ല. 2-ാം എസ്റ്റേറ്റിന് നികുതി ഉണ്ടോ? ഇല്ല. മധ്യവർഗമായി കണക്കാക്കുന്ന തേർഡ് എസ്റ്റേറ്റിന് മാത്രമാണ് എന്തുണ്ടായിരുന്നത്? നികുതികൾ ഉണ്ടായിരുന്നത് അല്ലെ. അവർ നൽകേണ്ട നികുതികളായിരുന്നു ടെയ്ലെ, റുത്തെ, ഗബർലെ എന്നിവ. ആണോ? അതായത് ടെയ്ലി, ചിത്തെ എന്നാണ് PS തന്നത്. അല്ല, തൈലെ എന്ന നികുതിയുണ്ട്. പിന്നെ 1-ാം എസ്റ്റേറ്റ് പിരിച്ചിരുന്ന നികുതി തിതെ എന്ന പേരിൽ അറിയപ്പെടും. അതാണ് ടിത്തെ എന്ന് PS ചോദിച്ചത്. നമ്മളെ SCERT പുസ്തകത്തിലൊക്കെ കൃത്യമായിട്ട് തിതെ എന്ന് തന്നെ ഉണ്ട്. ഇതിന് പകരം നൽകിയത് എന്തായിരുന്നു? SCERT പുസ്തകത്തില് തിതെ എന്നാണ്. ഇനി ആ വാക്കാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് ചോദ്യം അതേപടി ഞാൻ ഇവിടെ കൊണ്ടുവന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ തിതയെ PS ക്വസ്റ്റ്യൻ ഇറങ്ങിയപ്പോ അക്ഷരത്തെറ്റ് കാരണം തിതെ ആയി പോയതായിരിക്കാം കേട്ടോ. ഇനി അടുത്തെന്താണ്? യെസ്, 2-ാം എസ്റ്റേറ്റ് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത നികുതി ഉണ്ടായിരുന്നു അല്ലെ. 3-ാം എസ്റ്റേറ്റ് നൽകേണ്ടിയിരുന്ന നിധിയാണ് തൈലെ എന്ന പേരിൽ അറിയപ്പെടുക. അതാണ് ടെയ്ലി അല്ലെ. എന്തായാലും നികുതികളാണ് എന്ന കാര്യം ഓർമ്മിക്കുക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നാണ്? 1789 കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 14-ാം തീയതി എന്ത് ചെയ്തു? ബാസിൽ ജയിൽ തകർത്ത കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നായിരുന്നു? ഡേറ്റ് പറയാമോ? ജൂൺ 20-ാം തീയതി അല്ലെ. 1789 ജൂൺ 20-ാം തീയതി. ജൂൺ 20-ാം തീയതിയാണ്
ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി വിമതയുടെ ജേണൽ ആയിരുന്നു, അതും ശരിയാണ്. പ്രൈഡ്സ് ഓഫ് പർജ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആണോ? അല്ല. പിന്നെ ഈ പ്രൈഡ്സ് ഓഫ് പർജ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് നമുക്കൊന്ന് നോക്കി വെക്കാം. കാരണം ഈ വാക്ക് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ വീണ്ടും PSC ചോദിച്ചാലോ. ഇംഗ്ലണ്ടില് ആഭ്യന്തര യുദ്ധം നടക്കുന്ന കാലഘട്ടത്ത് ലോങ് പാർലമെന്റ് വിളിച്ചു ചേർത്തതിന് ശേഷം 1648 പാർലമെന്റിലേക്ക് എത്തിച്ചേർന്ന രാജാവിനോട് എതിർപ്പുള്ള അംഗങ്ങളെ പാർലമെന്റിൽ പ്രവേശിക്കുവാൻ സൈനികർ അനുവദിച്ചില്ല. ഈ സംഭവമാണ് എന്ത് പേരിൽ അറിയപ്പെടുക? പ്രൈഡ്സ് പർജ് എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോ പ്രൈഡ്സ് പർജ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം അഥവാ ഇംഗ്ലണ്ടിലെ ലോങ് പാർലമെന്റ് അഥവാ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് വർഷം? 1648. രാജാവിനെതിരായി പ്രവർത്തിക്കുന്ന പാർലമെന്റ് അംഗങ്ങളെ പാർലമെന്റിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ ബ്രിട്ടീഷ് സൈന്യം തടഞ്ഞ നടപടിയാണ് പ്രൈഡ്സ് പർജ് എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, 1648 വർഷം മറക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഫ്രഞ്ച്, ഓപ്ഷൻ ബി ലാറ്റിൻ അമേരിക്കൻ, ഓപ്ഷൻ സി അമേരിക്കൻ, ഓപ്ഷൻ ഡി ആഫ്രിക്കൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കോമൺ സെൻസ് എന്ന ലഘുലേഖ. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾക്കെതിരെ അമേരിക്കൻ ജനത അല്ലെങ്കിൽ അമേരിക്കയിലെ കോളനി നിവാസികൾ ഒരുമിച്ച് ശബ്ദമുയർത്താൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത് സമ്മേളനം വിളിച്ചു ചേർത്തത്. അതിനെ നമ്മൾ ഫിലാഡൽഫിയ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നൊക്കെ വിളിക്കും. രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് നടന്നത് അഥവാ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് 1775 മെയ് മാസം 10 ആയിരുന്നു. ഈ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ അവതരിപ്പിച്ച ലഘുലേഖയാണ് കോമൺ സെൻസ് എന്ന പേരിൽ അറിയപ്പെടുക. ഈ കോമൺ സെൻസ് എന്ന ലഘുലേഖ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണടാ? തോമസ് പെയിൻ. പേര് മറക്കല്ല, ആരാണ്? തോമസ് പെയിൻ ആണ് കോമൺ സെൻസ് എന്ന ലഘുലേഖ അവതരിപ്പിക്കുക. അതിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: ഇംഗ്ലണ്ടിൽ നിന്ന് വേർതിരിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി എന്ന് പറഞ്ഞു. ഇംഗ്ലണ്ടിൽ നിന്ന് വേർതിരിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി എന്നതാണ് ഈ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ആര് പറഞ്ഞത്? തോമസ് പെയിൻ പറഞ്ഞത്. നമുക്കറിയാം, ഒരു സമ്മേളനത്തിൽ ഒരു ആശയം അവതരിപ്പിക്കുകയാണ്, ഉറപ്പായിട്ട് അവിടെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവും. തോമസ് പെയിന്റെ ആശയത്തെ അനുകൂലിച്ചവരുണ്ടായിരുന്നോ പ്രതികൂലിച്ചവരുണ്ടായിരുന്നു? തോമസ് പെയിന്റെ ഈ ഒരു ലഘുലേഖയെ അനുകൂലിച്ചവർ പറഞ്ഞു എന്താണ്? യെസ്, നമുക്ക് ഇംഗ്ലണ്ടിന്റെ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കണം. അങ്ങനെ 1775 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ വെച്ച് അമേരിക്ക സ്വാതന്ത്ര്യ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തി ഏത് വർഷം? 1775. അതിന്റെ മുദ്രാവാക്യം അവിടെ ഡിസ്കസ് ചെയ്യാണ്: പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ആ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം, പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് ജെയിംസ് ഓട്ടിസ് ആയിരുന്നു. ആരാണ്? ജെയിംസ് ഓട്ടിസ്. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണേ. അപ്പോൾ 1775 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ വെച്ച് കോമൺ സെൻസ് എന്ന ലഘുലേഖ അവതരിപ്പിച്ചത് തോമസ് പെയിൻ ആയിരുന്നു. അതിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? യെസ്, ഇംഗ്ലണ്ടിൽ നിന്ന് വേർതിരിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി എന്നതായിരുന്നു. അങ്ങനെ അത് വേർതിരിക്കപ്പെട്ടില്ലെങ്കിൽ, ഇംഗ്ലണ്ട് അതിന് മുതിർന്നില്ലെങ്കിൽ, ഇംഗ്ലണ്ട് എന്നതിന്റെ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം എന്തായിരിക്കും? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതായിരുന്നു. ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവാരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. മറക്കില്ലല്ലോ. ഓക്കെ, തുടർന്ന് അപ്പോ ബ്രിട്ടീഷുകാര് സൈനികപരമായി നേരിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ചർച്ചയുണ്ടായി. അങ്ങനെ ഇതേ തുടർന്ന് സ്വാതന്ത്ര്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരെ എതിർക്കുന്നതിന് വേണ്ടി കോണ്ടിനെന്റൽ സേന രൂപീകരിച്ചതും എന്ന് തന്നെയാണ്
ഈ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ തന്നെ കോണ്ടിനെന്റൽ സേന രൂപീകരിച്ചു. ആ കോണ്ടിനെന്റൽ സേനയുടെ നേതൃത്വം ആരായിരുന്നു? യെസ്, ജോർജ് വാഷിംഗ്ടണിനായിരുന്നു. ജോർജ് വാഷിംഗ്ടണിനായിരുന്നു. 3 വ്യക്തികൾ. അപ്പോൾ എതിരഭിപ്രായം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. 2 അഭിപ്രായം ഉറപ്പായിട്ടുണ്ടാവും. തോമസ് പെയിൻ പറഞ്ഞത് അനുകൂലിച്ച് ഒരു വിഭാഗം പറഞ്ഞു നമുക്ക് സ്വാതന്ത്ര്യ സമരം ആരംഭിക്കണം, അതിനുവേണ്ടി മുദ്രാവാക്യം തീരുമാനിച്ചു, സൈന്യവും തീരുമാനിച്ചു. അപ്പോൾ മറ്റൊരു വിഭാഗം ഉറപ്പായിട്ട് എതിരഭിപ്രായമായിട്ടുണ്ടാവും. അവർ പറഞ്ഞു നമ്മൾ എന്തിനാ പ്രശ്നത്തിന് പോകണം, നമുക്ക് സമാധാനം ആഗ്രഹിച്ചൂടെ, നമുക്ക് ബ്രിട്ടനോട് സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സമാധാനം കാക്ഷിക്കുന്ന രണ്ടാമത്തെ വിഭാഗത്തിന്റെ ആവശ്യപ്രകാരമാണ് 1775 തന്നെ എന്ത് ചെയ്യുന്നത്, ഒലിവ് ബ്രാഞ്ച് നിവേദനം സമർപ്പിക്കുന്നത്. ഓക്കെ, അതായത് ഒലിവ് ചില്ലകൾ എന്ന് പറയുമ്പോൾ സമാധാനത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്നതാണ് അല്ലെ. ഒലിവ് ബ്രാഞ്ച് നിവേദനം തയ്യാറാക്കുന്നതും ഈ 1775 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് ആണ്. ആ നിവേദനം തയ്യാറാക്കിയത് ആരായിരുന്നു? ജോൺ ഡിക്കിൻസൺ ആയിരുന്നു. ജോൺ ഡിക്കിൻസൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 4 പേരുടെ പേര് പഠിച്ചു. കോമൺ സെൻസ് എന്ന ലഘുലേഖ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ കോമൺ സെൻസ് എന്ന ലഘുലേഖ അവതരിപ്പിച്ചത് തോമസ് പെയിൻ ആണ്. അമേരിക്കയെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിൽ നിന്ന് വേർതിരിക്കുകയാണ് നല്ലത് എന്നായിരുന്നു അതിന്റെ ഉള്ളടക്കം. ഇതിനെ അനുകൂലിച്ചവർ പറഞ്ഞു സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചത് 1775. സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം നിശ്ചയിച്ചു. എന്താണ് മുദ്രാവാക്യം? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ആ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവാരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ബ്രിട്ടീഷുകാരെ സൈനികപരമായി ആക്രമിച്ചാലോ തിരിച്ച് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് 1775 ഈ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ വെച്ച് കോണ്ടിനെന്റൽ സേന രൂപീകരിച്ചു. അതിന്റെ നേതൃത്വം ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നു. എതിരഭിപ്രായം ഉണ്ടായിരുന്ന സമാധാനം കാക്ഷിക്കുന്ന ജനങ്ങളും ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. അവർ പറഞ്ഞു നമുക്ക് സമാധാനപരമായി പെരുമാറാം, നമുക്ക് ഒരു നിവേദനം കൂടെ കൊടുത്തു നോക്കാം, ചിലപ്പോൾ ബ്രിട്ടൻ അംഗീകരിച്ചാലോ. അങ്ങനെ അവരുടെ ആവശ്യപ്രകാരം ഒലിവ് ബ്രാഞ്ച് നിവേദനം തയ്യാറാക്കി ആർക്കയച്ചു? ജോർജ് മൂന്നാമൻ രാജാവിനെ അയക്കുകയാണ്. ജോർജ് മൂന്നാമൻ നിവേദനം അംഗീകരിച്ചോ? മൈൻഡേ ചെയ്തില്ല അല്ലെ, മൈൻഡേ ചെയ്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മൈൻഡേ ചെയ്യാത്തത് കൊണ്ട് 1776 മുതൽ എന്ത് സംഭവിച്ചു? അമേരിക്ക സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചു. സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം 75-ലും സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 76-ലുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ വിജയിച്ചത് 81-ലും സ്വാതന്ത്ര്യം ലഭിച്ചത് 83-ലുമാണ്. വർഷങ്ങൾ മാറിപ്പോകരുത്, ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന ക്രമത്തിൽ രേഖപ്പെടുത്തുക. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അല്ലെ. നമ്മളിപ്പോ പറഞ്ഞോളൂ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നായിരുന്നു. യെസ്, 1773-ലായിരുന്നു. ആണോ? അല്ല, 1783-ലായിരുന്നു. ബാസ്റ്റിൽ ടീ പാർട്ടി എന്നായിരുന്നു 1773-ലായിരുന്നു. പാരീസ് ഉടമ്പടി എന്നായിരുന്നു 1783-ആയിരുന്നു. പാരീസ് ഉടമ്പടി. പിന്നെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774-ലായിരുന്നു. ഓക്കെ, നോക്കാം. 2 ആദ്യം വരിക. ബാസിൽ ജയിൽ പാർട്ടി അല്ലെ. ബോസ്റ്റൺ ടീ പാർട്ടി 1773-ലാണ്. രണ്ടാമത് വരുന്നത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774. മൂന്നാമത് വരുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉറപ്പുവരുത്തുന്നതായിരുന്നു 1783 തന്നെയുള്ള പാരീസ് ഉടമ്പടി. ലൂയി 16-ന്റെ മാധ്യസ്ഥതയിൽ, നമ്മൾ ആൾറെഡി പറഞ്ഞു ലൂയി 16-ന്റെ മാധ്യസ്ഥം വെച്ചത്, അതുകൊണ്ട് പാരീസ് ഉടമ്പടി പ്രകാരമാണ് അമേരിക്ക സ്വാതന്ത്ര്യം കിട്ടുക അല്ലെ. അമേരിക്ക സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചത് 1775-ലായിരുന്നു. 1775 സ്വാതന്ത്ര്യം സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ. സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1776. സ്വാതന്ത്ര്യ സമരത്തിൽ വിജയിച്ചത് 1781. തുടർന്ന് 1783 അമേരിക്ക സ്വാതന്ത്ര്യം നൽകുമെന്ന് ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ചു. അതിന് നിയമസാധുത ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രാൻസിന്റെ മാധ്യസ്ഥതയിൽ, ലൂയി 16-ന്റെ മാധ്യസ്ഥതയിൽ 1783 പാരീസ് ഉടമ്പടി ഒപ്പുവെച്ചു. ഓക്കെ അല്ലെ. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 83-ആണ്. അതിന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്യുക, പാരീസ് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. 283 ആണെങ്കിലും ആദ്യം സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അത് കഴിഞ്ഞ് അത് ഉറപ്പാക്കാൻ പാരീസ് ഉടമ്പടി. ക്ലിയർ ആണേ? അടുത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. A long walk to freedom, A memory of Saul Ferrino, Mein Kampf, My Early Life. ലോങ് വാക്ക് ടു ഫ്രീഡം
എന്ന പുസ്തകം എഴുതിയത് നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? നെൽസൺ മണ്ടേലയാണ്. ലോങ് മാർക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേല. എ മെമ്മറി ഓഫ് സോൾഫെറിനോ. സോൾഫെറിനോ യുദ്ധം നിങ്ങൾക്ക് അറിയാം. ഈ സോൾഫെറിനോ എന്ന് പറയുന്നത് നമ്മുടെ 1863 സ്വാഭാവികമായിട്ട് നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ യുദ്ധമേഖലയിൽ സേവനം ചെയ്യുന്ന സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു സംഘടനയുണ്ട്, റെഡ് ക്രോസ് അല്ലെ. ആ റെഡ് ക്രോസിന്റെ സ്ഥാപകൻ ഹെൻറി ഡ്യുനന്റ് ഈ റെഡ് ക്രോസ് എന്ന സംഘടന രൂപീകരിക്കാൻ കാരണമായിട്ട് പറയുന്നത് സോൾഫെറിനോ യുദ്ധമാണ്. സോൾഫെറിനോ യുദ്ധത്തിലെ ജനങ്ങളുടെ ദുരിതാവസ്ഥ കണ്ട് വിഷമിച്ച ഹെൻറി ഡ്യുനന്റ് യുദ്ധമേഖലയിൽ ജനങ്ങളെ സർവീസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു റെഡ് ക്രോസ്. ചുരുക്കി പറഞ്ഞാൽ റെഡ് ക്രോസ് എന്ന സംഘടന രൂപീകരിക്കാൻ ഹെൻറി ഡ്യുനന്റിനെ പ്രേരിപ്പിച്ചത് ഏത് യുദ്ധമായിരുന്നു? സോൾഫെറിനോ യുദ്ധമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഹെൻറി ഡ്യുനന്റ് ഒരു പുസ്തകം എഴുതി, എ മെമ്മറി ഓഫ് സോൾഫെറിനോ. ഓക്കെ. മെയിൻ കാമ്പ് നമുക്കറിയാം ആരാണ്? ഹിറ്റ്ലറാണ് അല്ലെ. മെയിൻ കാമ്പ് എഴുതിയത് ഹിറ്റ്ലറാണ്. മൈ എയർലി ലൈഫ് എന്ന പുസ്തകം എഴുതിയത് വിൻസ്റ്റൺ ചർച്ചിൽ. ഓക്കെ, ഗുഡ്. അപ്പൊ സോൾഫെറിനോ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അത് ജസ്റ്റ് ഒരു പേരെന്ന് വിചാരിച്ച് കളഞ്ഞു പോകരുത്. യെസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്തർദേശീയ സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യുദ്ധമേഖലയിൽ സന്നദ്ധ സേവനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന റെഡ് ക്രോസ്. 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെ വെച്ച്? ന്യൂയോർക്ക്, ഫിലാഡൽഫിയ, വാഷിംഗ്ടൺ, സാൻ ഫ്രാൻസിസ്കോ. ഈ കോണ്ടിനെന്റൽ കോൺഗ്രസ് മൊത്തം 3 ഉള്ളതെന്ന് നമുക്കറിയാം. 1774, 1775, 1776. ഇത് 3 നടന്നത് ഫിലാഡൽഫിയയിൽ വെച്ച് ആയതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കും? ഫിലാഡൽഫിയ കോൺഗ്രസ് എന്ന് വിളിക്കാറുണ്ട് അല്ലെ. ഫിലാഡൽഫിയ കോൺഗ്രസ് എന്ന് വിളിക്കാറുണ്ട്. പിന്നെ എന്താ പ്രശ്നം? സിമ്പിൾ അല്ലേ? അതെ, പഠിച്ചു. അപ്പൊ ആൻസർ എന്താ? ഫിലാഡൽഫിയ ആണ് ആൻസർ അല്ലെ. ആൾറെഡി പഠിച്ചതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കും? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ അല്ലെ. രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് അഥവാ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1775 4 വ്യക്തിത്വങ്ങളുടെ പേര് പഠിച്ചു അല്ലെ. യെസ്, മറക്കരുത്. അപ്പോ ആ 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് അഥവാ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ തോമസ് പെയിൻ ഒരു ലഘുലേഖ അവതരിപ്പിച്ചു. അതാണെന്ന് പേരിൽ അറിയപ്പെടുക കോമൺ സെൻസ് എന്ന പേരിൽ അറിയപ്പെടുക. അതേ തുടർന്നാണ് സ്വാഭാവികമായിട്ട് സ്വാതന്ത്ര്യ സമരം ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. അതിന് മുദ്രാവാക്യം തീരുമാനിച്ചു അല്ലെ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ആ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ജെയിംസ് ഓട്ടിസ് ആയിരുന്നു. സായുധ സേന രൂപീകരിക്കുന്നു. അതിന്റെ നേതൃത്വം ഏറ്റെടുത്തത് ജോർജ് വാഷിംഗ്ടൺ ആണ്. അപ്പോൾ നമുക്ക് സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് ഒന്നുകൂടെ നിവേദനം കൊടുക്കാമെന്ന് മറ്റൊരു വിഭാഗം പറഞ്ഞു. ആ രണ്ടാമത്തെ വിഭാഗം ഒലിവ് ബ്രാഞ്ച് നിവേദനം കൊടുക്കുന്നു. ആ നിവേദനം എഴുതി തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് എഴുതി തയ്യാറാക്കുക? യെസ്, ജോൺ ഡിക്കിൻസൺ ആയിരുന്നു. ഈ ജോൺ ഡിക്കിൻസൺ ഒലിവ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പറഞ്ഞു, ഈ നിവേദനത്തിൽ ബ്രിട്ടീഷ് രാജാവ് കൃത്യമായ തീരുമാനമെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങിത്തിരിക്കും. ഒരു വാണിംഗ് പോലെയായിരുന്നു. അതുകൊണ്ട് ഈ ജോൺ ഡിക്കിൻസനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? പെൻമാൻ ഓഫ് ദ റെവല്യൂഷൻ എന്ന് വിളിക്കാറുണ്ട്. വിപ്ലവത്തിന്റെ തൂലിക എന്ന് വിളിക്കാറുണ്ട്. വിപ്ലവത്തിന്റെ തൂലിക എന്നറിയപ്പെടുന്നത് ഈ ഒലിവ് ബ്രാഞ്ച് നിവേദനം തയ്യാറാക്കിയ ജോൺ ഡിക്കിൻസൺ ആയിരുന്നു. ഈ ഡിക്കിൻസനെയൊക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞിരുന്നു അല്ലെ. അപ്പോൾ ഒലിവ് ബ്രാഞ്ച് നിവേദനം എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ജോൺ ഡിക്കിൻസൺ ആണ്. ജോൺ ഡിക്കിൻസനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ജോൺ ഡിക്കിൻസൺ. ജോൺ ഡിക്കിൻസൺ എന്തെന്ന് വിളിക്കാറുണ്ട്? പെൻമാൻ ഓഫ് ദ റെവല്യൂഷൻ, വിപ്ലവത്തിന്റെ തൂലിക എന്ന് വിളിക്കാറുണ്ട്. പെൻമാൻ, പെൻ, തൂലിക നാമം, പെൻമാൻ ഓഫ് ദ റെവല്യൂഷൻ. എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ ഡിക്കിൻസൺ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അല്ലെ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇപ്പൊ മനസ്സിലായോ ഒരു ചോദ്യവും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും പഠിക്കുന്നതിന്റെ പ്രയോജനം അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോഴും ഇന്ന് ഡിസ്കസ് ചെയ്തപ്പോഴും ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സ് നമ്മൾ പറഞ്ഞു പോകുന്നു. അതേ കാര്യങ്ങൾ വീണ്ടും ചോദ്യമായിട്ട് നമ്മുടെ കൺമുമ്പിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നേ, PSC ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് പോകാനായിട്ട് കഴിയും. ആ രീതിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളുടെയും വ്യക്തികളുടെയും മനസ്സിലാക്കി ശരി പഠിച്ചെടുക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, പിന്നെ റഷ്യൻ വിപ്ലവം. സിമ്പിൾ ആണ് അല്ലെ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തി തോമസ് പെയിൻ ആണ്. അദ്ദേഹമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. എന്താ
യെസ്, കോമൺ സെൻസ് എന്ന ലഘുലേഖ അതാണല്ലോ വിപ്ലവത്തിന് യഥാർത്ഥത്തിൽ കാരണമായി തീർന്നത്. അല്ലെ? വിപ്ലവത്തിൽ യഥാർത്ഥത്തിൽ കാരണമായി തീർന്നത് ആ ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു. അതിൽ സംശയമില്ലല്ലോ. അല്ലെ? സംശയമുണ്ടോ? ഏയ് ഇല്ല. നമ്മൾ പഠിച്ചതാ. അപ്പോ അമേരിക്കൻ സ്വാതന്ത്ര്യം ഒന്ന് എന്ന് പറയുന്നത് തോമസ് പെയിൻ സി ആണ്. ഒന്ന് സി ആണ്. എയും സിയും അതേ വരുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ഓൾട്ടെയർ. യെസ്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓൾട്ടെയർ. അപ്പോ രണ്ട് എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഈ രീതിയിൽ എല്ലാം നമ്മൾ കുറുക്കി വരച്ചു വെക്കണം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതുപോലെ. ഒരു ആൻസർ നിങ്ങൾക്ക് അറിയുന്നത് ആൻസർ നോക്കുക. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അത് വെച്ചിട്ട് ആൻസർ കണ്ടത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്ത് ഒന്നും വായിക്കണ്ട. അപ്പൊ തന്നെ പോവാ. പരീക്ഷയ്ക്ക് നമുക്ക് സമയം വേണ്ടി വരും അല്ലെ? ഈ ചേരുമ്പടി ചേർക്കുകയാണ് സമയം കൂടുതൽ നഷ്ടമാകും. കൂടുതൽ സമയം നഷ്ടപ്പെടുത്തരുത്. അറിയാവുന്ന ഒരെണ്ണം ചെക്ക് ചെയ്യുക. ഓപ്ഷൻ ഉണ്ടോ നോക്കുക. കറപ്പിക്കുക, മുന്നോട്ട് പോകുക. ഇനി ഒന്ന് വെച്ചിട്ട് കിട്ടിയില്ല, രണ്ടാമത്തെ ഒന്നുകൂടെ നോക്കാം. കറപ്പിക്കാൻ പോവാ. 4 ഇവിടെ നോക്കി സമയം കളയല്ലേ കേട്ടോ. എങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട്. 4 നമുക്ക് നോക്കാം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ഓൾട്ടേർ എന്ന് പറഞ്ഞു. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളിവർ, സ്വാഭാവികം. 3 എന്ന് പറയുന്നത് ഡി ആണ്. റഷ്യൻ വിപ്ലവം ആരാണ്? ട്രോട്സ്കിയാണ്. ചുവപ്പ് സേനയുടെ സ്ഥാപകൻ ട്രോട്സ്കി. ആ ചുവപ്പ് സേന സ്ഥാപിച്ചത് ട്രോട്സ്കിയാണ്. ചുവപ്പ് സേനയുടെ നേതൃത്വം വഹിച്ചതാണ് ആര്? ലെനിൻ എന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആയിരുന്നു അല്ലെ? അടുത്ത അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തന്നെയാണ്. പ്രൈഡ് സ്പർജ് ആണോടാ? ഇല്ല, അത് നമ്മൾ പറഞ്ഞു. ഇംഗ്ലണ്ടില് രാജാവിനെ എതിർക്കുന്ന പാർലമെന്റ് അംഗങ്ങളെ പാർലമെന്റിൽ കയറാൻ അനുവദിക്കാത്ത സമ്പ്രദായം 1648 അല്ലെ? നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് എന്തായാലും എന്തല്ല അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ല. ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസ് മെയ് 4th മൂവ്മെന്റ് അല്ലെ? മെയ് 4th മൂവ്മെന്റും എന്തല്ല? മെയ് 4th മൂവ്മെന്റ് എന്ന് പറയുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പേരാണ് അല്ലെ? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പേരാണ്. അപ്പൊ 1ഉം 3ഉം ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ, യെസ്. അടുത്ത് പറയുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക. മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. തീർച്ചയായിട്ടും മെർക്കന്റലിസ്റ്റ് നിയമം എന്ന് പറയുമ്പോൾ കുറെ നിയമങ്ങൾ ചേർന്നതാണ് മെർക്കന്റലിസ്റ്റ് നിയമം എന്ന് നമുക്കറിയാം അല്ലെ? നമ്മൾ പഠിച്ചതാണ്. എന്തൊക്കെയാണ് മെർക്കന്റലിസ്റ്റ് നിയമം എന്ന് അറിയപ്പെടുന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറിയ അമേരിക്കൻ ജനതയുടെ നിയന്ത്രണത്തിന് വേണ്ടി പാസാക്കിയ നിയമങ്ങൾ പൊതുവായി അറിയപ്പെടുന്ന പേരാണ് എന്താ? മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ അല്ലെ? നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞപ്പോഴ അല്ലെ? മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ പ്രധാനപ്പെട്ട നിയമങ്ങൾ നമുക്ക് നോക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഈ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നാവിക നിയമം 1651, നാവിക നിയമം 1651. പിന്നെ ഷുഗർ ആക്ട്, പഞ്ചസാര നിയമം, ഷുഗർ ആക്ട് 1764 പിന്നെ പറയുന്നു സ്റ്റാമ്പ് ആക്ട്. സ്റ്റാമ്പ് ആക്ട് ആയിരുന്നു നേരത്തെയുള്ള ചോദ്യം അല്ലെ? 1765. അതുകൊണ്ട് സ്റ്റാമ്പ് ആക്ടിന്റെ വർഷം ഞാൻ അവിടെ രേഖപ്പെടുത്തിയിരുന്നു അല്ലെ? പിന്നെ കറൻസി ആക്ട്. കറൻസി ആക്ട് ഉണ്ട് 1764 അല്ലെ? അപ്പോൾ നാവിക നിയമം 1651, ഷുഗർ ആക്ട് 1764, സ്റ്റാമ്പ് ആക്ട് 1765, പിന്നെ കറൻസി ആക്ട് 1764, പിന്നെ ബോസ്റ്റൺ ടീ പാർട്ടിക്ക് കാരണമായ ടീ ആക്ട്, ടീ നിയമം 1773. ടീ ആക്ടില് ഈ പ്രതിഷേധം ബോസ്റ്റൺ ടീ പാർട്ടി കാരണം അവിടെ എന്ത് സംഭവിച്ചു? വീണ്ടും അമേരിക്കൻ ജനതയെ അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷുകാർ ഒരു നിയമം പാസാക്കി. അതാണ് എന്താ? ദി ഇൻടോളറബിൾ ആക്ട്. ഇൻടോളറബിൾ ആക്ട്. ദി ഇൻടോളറബിൾ ആക്ട്. അത് 1774. ഈ ഇൻടോളറബിൾ ആക്ട് നടപ്പിലാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 1ാം ഫിലാഡൽഫിയ കോൺഗ്രസ് വിളിച്ചു ചേർക്കുക. മറക്കരുതേ. നാവിക നിയമം 1751, ഷുഗർ ആക്ട് 1764, സ്റ്റാമ്പ് ആക്ട് 1765, കറൻസി ആക്ട് 1764, ടീ ആക്ട് 1773, ദി ഇൻടോളറബിൾ ആക്ട് 1774. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ എന്ത് വിളിക്കുക? മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ല. കോണ്ടിനെന്റൽ കോൺഗ്രസ് അതെ. പാരീസ് ഉടമ്പടി അതെ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 1, 3, 4 എന്നിവയാണ്. 1, 3, 4. യെസ്, ആൻസർ 1, 3, 4. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഈ പാരീസ് ഉടമ്പടി നമ്മൾ വർഷമൊക്കെ പഠിച്ചതാണ് 1783 അല്ലെ? അതിന് മാധ്യസ്ഥ വഹിച്ചത് ലൂയി 16 എന്ന രാജാവ്. താഴെ പറയുന്നവയിൽ ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? രാജ്യത്വത്തിന്റെ ദൈവിക അവകാശ സിദ്ധാന്തം ആണോ? ഈ രാജ്യത്വത്തിന്റെ ദൈവിക അവകാശ സിദ്ധാന്തം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടത്
അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ തെറ്റ് നമുക്ക് കണക്കാക്കാം. ബോസ്റ്റൺ പ്രതിഷേധങ്ങൾ. ബോസ്റ്റൺ പ്രതിഷേധങ്ങൾ ആണോ? തീർച്ചയായിട്ടും. അസഹനീയമായ ആക്ട്, ഒരുപാട് നികുതികൾ ചുമത്തുന്നതിന് വേണ്ടി ഒരുപാട് നിയമങ്ങൾ, നിയന്ത്രിക്കേണ്ട നികുതി പാസ്സാക്കി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 2ഉം 3ഉം ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഈ നിയമങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന പേരിൽ വിളിക്കുക. നമ്മൾ നിയമങ്ങൾ പഠിക്കുകയും ചെയ്യും. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്? ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആണോ? ഷുഗർ ആക്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആന്നേ. ഷുഗർ ആക്ട് ഏത് വർഷമാണ്? 1764. ഇപ്പോൾ പഠിച്ചേ ഉള്ളൂ. ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 10 ഡേയ്സ് ദാറ്റ് ഷുക്ക് ദ വേൾഡ് എന്ന ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദ്യം. 1, 2, 3 എന്നിവ ശരിയാണ്. 10 ഡേയ്സ് ദാറ്റ് ഷുക്ക് ദ വേൾഡ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതല്ല. 10 ദിവസത്തെ യുദ്ധം അത് ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ ഫലമായിരുന്നു. 1967 കേട്ടോ. ഇസ്രയേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ ഫലമായിട്ടായിരുന്നു 1767 ഒരു 10 ദിവസത്തെ പ്രശ്നം ഉണ്ടാവുക. ഓക്കെ, അത് നമുക്ക് വേണമെന്നില്ല. 1, 2, 3 എന്നിവ ശരിയാണ് എന്നതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ അല്ലേ? യെസ്. ഈ 10 ഡേയ്സ് അതുപോലെ തന്നെ 6 ദിന യുദ്ധങ്ങളും നമ്മുടെ ഇസ്രയേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള സംഘർഷാവസ്ഥയുടെ കാരണങ്ങളാണ്. ചൈനയില് ചരിത്രപരമായ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണ്? ആരാണ്? മാവോ സേതുങ്. അപ്പൊ ചൈനയില് ഈ ലോങ് മാർച്ച് നടന്നത്, ലോങ് മാർച്ച് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും അത് വളരെ ലളിതമാണ്, വേറെ പ്രശ്നമൊന്നുമില്ലാന്ന് തോന്നും. പക്ഷേ ലോങ് മാർച്ചില് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം പല പ്രദേശങ്ങളും, ചൈനയിലെ പല തന്ത്രപ്രധാന പ്രദേശങ്ങളും ചിയാങ് കൈഷക്കിൽ നിന്ന് എന്ത് ചെയ്തു? ആക്രമിച്ചു പിടിച്ചെടുത്തു. അതായിരുന്നു വസ്തുത. അപ്പൊ ചിയാങ് കൈഷക്കിന്റെ ഏകാധിപത്യ ഭരണത്തിന് എതിരെ ചൈനയുടെ തെക്കൻ ഭൂപ്രദേശമായ ജിയാങ്ഷിയിൽ നിന്ന്, ഇവിടെ നിന്നാണ്? ജിയാങ്ഷിയിൽ നിന്ന് എങ്ങോട്ട് പോയി? ചൈനയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള യെനാൻ വരെ. ഈ 2 സ്ഥലങ്ങളെ ചുരുക്കി പറഞ്ഞാൽ ചൈന മൊത്തമായിട്ട്, ചൈനയുടെ തെക്ക് ഭാഗത്തുള്ള ജിയാങ്ഷിയിൽ നിന്ന് ചൈനയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള യെനാൻ വരെ എത്ര കിലോമീറ്റർ? 12,000 കിലോമീറ്റർ ഏകദേശം 1 വർഷം കൊണ്ട് സഞ്ചരിച്ചു. ഈ സഞ്ചരിച്ചത് ആർക്കെതിരെ? ചിയാങ് കൈഷക് എന്ന ഭരണാധികാരിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ. ആ സമയത്ത് ഇവര് നടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം പ്രാദേശിക അധികാരം ഇവർ പിടിച്ചെടുക്കുകയും ചെയ്തു സൈനിക ആക്രമണത്തിലൂടെ. കൃത്യമായി പറഞ്ഞാൽ 1934 ഒക്ടോബർ മാസം 16 തീയതി ആരംഭിച്ച ഈ ജാഥ, ജിയാങ്ഷിയിൽ നിന്ന് ആരംഭിച്ച ജാഥ യെനാനിൽ എത്തിച്ചേർന്നത് 1935 ഒക്ടോബർ മാസം 22 തീയതിയാണ്. ഏകദേശം 1 വർഷം. ഈ 1 വർഷക്കാലം കൊണ്ട് പല ഭൂപ്രദേശങ്ങളും കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചടക്കി. ജനങ്ങള് അതിന് ഇവരെ സഹായിച്ചിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ചിയാങ് കൈഷക്കിന്റെ അധികാര ദുർവിനിയോഗവും ഏകാധിപത്യ ഭരണവും ജനങ്ങളും മടുത്തു തുടങ്ങിയിരുന്നു. ഓക്കെ, അപ്പോൾ ചൈനയിലെ ചരിത്രപരമായ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാവോ സേതുങ് ആണ്. ജിയാങ്ഷിയിൽ നിന്ന് യെനാൻ വരെ 12,000 കിലോമീറ്റർ 34 ഒക്ടോബർ 16 യാത്ര തിരിച്ചു. 35 ഒക്ടോബർ 72 അവസാനിക്കുകയും ചെയ്തു. 12,000 എന്ന നമ്പർ ഓർത്തു വെക്കുക. 12,000 കിലോമീറ്റർ ഏകദേശം 1 വർഷക്കാലം നീണ്ടുന്നു. 34 തൊട്ട് 35 വരെ. 34 ഒക്ടോബർ 16, 35 ഒക്ടോബർ 22 വരെ. ക്ലിയർ ആണേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബോസ്റ്റൺ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ പറഞ്ഞു തളർന്നതാണ് അല്ലെ? ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വർഷമാണടാ? 1773. ഇനി ബോസ്റ്റൺ ടീ പാർട്ടി ഒക്കെ നമ്മൾ പറഞ്ഞു, ശരിയാണ്. ബോസ്റ്റൺ ടീ പാർട്ടിയുടെ നേതാവ് നിങ്ങൾ പഠിച്ചു, ഞാൻ അത് ഡിസ്കസ് ചെയ്തു പറഞ്ഞില്ല അല്ലെ? ആ ബോസ്റ്റൺ ടീ പാർട്ടിക്ക് നേതൃത്വം നൽകിയ ആളെയാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. ആരാണ് ബോസ്റ്റൺ ടീ പാർട്ടി? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബോസ്റ്റൺ ടീ പാർട്ടിക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ജോൺ ആഡംസ്. കേട്ടിട്ടുണ്ടോ? ജോൺ ആഡംസ്. ബോസ്റ്റൺ ടീ പാർട്ടിക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ജോൺ ആഡംസ്. ജോൺ ആഡംസിനെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്?
അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ്? അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവെന്ന് പറയുന്നത്, പിതാവായി കണക്കാക്കുന്നത് ആരെയാണ്? ജോൺ ആഡംസിനെ. ഈ ജോൺ ആഡംസിനെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ജോൺ ആഡംസിനെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉം? ഉണ്ട്. ഇവിടെ എന്നറിയാമോ? ഇവിടെ കേട്ടിട്ടുണ്ട് അല്ലേ? പോട്ടെ. ഈ അമേരിക്ക സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അമേരിക്കയുടെ ആ, രാഷ്ട്രപിതാവായി കണക്കാക്കുന്ന ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. അമേരിക്കയുടെ രാഷ്ട്രപിതാവായി കണക്കാക്കുന്ന അമേരിക്കയെ സായുധ വിപ്ലവത്തിലൂടെ, സൈനിക അട്ടിമറിയിലൂടെ ഇംഗ്ലണ്ടിന്റെ, ബ്രിട്ടന്റെ കോൺവാലിസ് പ്രഭുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണല്ലോ സൈനിക വിജയം നേടിയത്. ആ സൈനിക വിജയം നൽകിയ ജോർജ് വാഷിംഗ്ടൺ ആണ് അമേരിക്കയുടെ രാഷ്ട്രപിതാവ്. അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ പ്രസിഡന്റ്. രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ജോൺ ആഡംസ് ആയിരുന്നു. ആരാണ് ഈ ജോൺ ആഡംസ്? 1773 ബോസ്റ്റൺ ടീ പാർട്ടിക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? ജോൺ ആഡംസ് ആയിരുന്നു. അദ്ദേഹം തന്നെയാണ് അമേരിക്കയുടെ രണ്ടാമത് പ്രസിഡന്റ്. അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവായി കണക്കാക്കുന്നതും ആര് തന്നെ? ജോൺ ആഡംസിനെ തന്നെ. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് ആരാ? തോമസ് ജെഫേഴ്സൺ. അമേരിക്കയുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് ചെയ്ത ആൾ അല്ലെ? യെസ്, നമുക്കറിയാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചതാര്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ലാറ്റിൻ അമേരിക്ക എന്ന് പറയുമ്പോൾ സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും നേതൃത്വത്തിൽ തെക്കേ അമേരിക്കയിലെയും വടക്കേ അമേരിക്കയിലെയും രാജ്യങ്ങളിൽ കോളനികൾ സ്ഥാപിച്ചിരുന്നു. സ്പെയിനും പോർച്ചുഗലും എന്ന് പറയുന്നത് കത്തോലിക്ക ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് യൂറോപ്പിൽ. മറ്റുള്ളതൊക്കെ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമതമാണ്. സ്പെയിനിലും പോർച്ചുഗലിലും മാത്രമാണ് കത്തോലിക്ക ക്രിസ്തുമതമുള്ളത്. ആ കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസം തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലും പ്രചരിപ്പിച്ചത് സ്പെയിനും പോർച്ചുഗലുമായിരുന്നു. ഇതിൽ പോർച്ചുഗലിന്റെ കോളനി എന്ന് പറയുന്നത് ബ്രസീലാണ്. ബാക്കിയെല്ലാം ആരുടെ കോളനിയാ? സ്പെയിനിന്റെ കോളനി. ഇവിടെയൊക്കെ സ്പെയിനും പോർച്ചുഗലും എന്ത് ചെയ്തു? അവരുടെ മതവിശ്വാസമായ കത്തോലിക്ക മതവിശ്വാസം പ്രചരിപ്പിച്ചു. റോമൻ കത്തോലിക്ക മതവിശ്വാസം. ഈ റോമൻ കത്തോലിക്ക മതവിശ്വാസം പ്രാർത്ഥന ലത്തീൻ ഭാഷയിലായതുകൊണ്ട് റോമൻ കത്തോലിക്ക മതവിശ്വാസത്തെ നമ്മൾ ലാറ്റിൻ കത്തോലിക്ക എന്ന് വിളിക്കാറുണ്ട്. റോമൻ കത്തോലിക്ക അഥവാ ലത്തീൻ കത്തോലിക്ക മതവിശ്വാസം എന്നാണ് വിളിക്കുക. അതുകൊണ്ട് തന്നെ സ്പെയിനും പോർച്ചുഗലും കോളനിയാക്കിയ തെക്കേ അമേരിക്കയിലെയും വടക്കേ അമേരിക്കയിലെയും രാജ്യങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലാറ്റിൻ അമേരിക്ക എന്ന പേരിൽ അറിയപ്പെടുന്നു. ലാറ്റിൻ അമേരിക്ക എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ, പിന്നെ വടക്കേ അമേരിക്കയുടെ തെക്കൻ ഭൂപ്രദേശത്തെ രാജ്യങ്ങൾ, കരീബിയൻ ദ്വീപ സമൂഹമൊക്കെ അതിനകത്ത് വരും. ഓക്കെ, അതില് പോർച്ചുഗലിന്റെ കോളനി എന്ത് മാത്രമാ? ബ്രസീൽ മാത്രമാ. ബാക്കി ഏതൊരു രാജ്യം ചോദിച്ചാലും അത് സ്പെയിനിന്റെ കോളനി തന്നെ. ഓക്കെ, അപ്പൊ വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മോചിപ്പിക്കുന്നത്? സൈമൺ ബൊളിവർ. SCRT ഫാക്ട് ആണ്. SCRT സെന്റൻസ് തന്നെ തന്നിട്ടുണ്ട്. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. SCRT പുസ്തകത്തിൽ അതേ സെന്റൻസ് ആണ് ചോദ്യമായി ചോദിച്ചത്. ഇതേ സെന്റൻസ് ആണ്. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് ആര്? ഉത്തരം എന്താ? സൈമൺ ബൊളിവർ. സൈമൺ ബൊളിവർ ജനിച്ചത് ഏത് രാജ്യത്താണ്? കാരണം ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് SCRT പുസ്തകത്തിൽ അങ്ങനെ കേട്ടോ. സൈമൺ ബൊളിവർ ഏതൊക്കെ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം കൊടുത്തു? വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു. അപ്പൊ സ്വാഭാവികമായിട്ട് ഏത് രാജ്യത്ത് ജനിച്ചു കാണും? വെനസ്വേല. വെനസ്വേലയിൽ ജനിച്ച വ്യക്തിത്വമാണ് സൈമൺ ബൊളിവർ. സൈമൺ ബൊളിവറെ എന്തെന്ന് വിളിക്കാറുണ്ട്? ദ ഗ്രേറ്റ് ലിബറേറ്റർ എന്ന് വിളിക്കാറുണ്ട്. മഹാനായ വിമോചകൻ. മഹാനായ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സൈമൺ ബൊളിവർ ആണ്. ഇത് സിലബസിൽ ഉണ്ടോ എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം അല്ലെ? എടാ, അമേരിക്കൻ വിപ്ലവം എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം ഉണ്ട്, ഈ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഉണ്ട് കേട്ടോ. PSC ചോദിക്കാറുണ്ട്, അതുകൊണ്ട് നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ മറക്കരുത്, ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, പിന്നെ ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. ഈ 6 കൃത്യമായി പഠിച്ചേക്കണം. ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓരോ മാർക്കും വിലപ്പെട്ടതാണെന്ന് നമുക്ക് അറിയാമല്ലോ അല്ലെ? അപ്പോൾ ഓർമ്മിക്കുക, സ്പെയിനും പോർച്ചുഗലുമാണ് ലാറ്റിൻ അമേരിക്കയിൽ കോളനി സ്ഥാപിച്ചത്. ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കാൻ കാരണം ഈ രണ്ട് രാജ്യങ്ങളുടെയും
ഔദ്യോഗിക മതം എന്ന് പറയുന്നത് കത്തോലിക്ക ക്രിസ്തുമതമാണ്, അഥവാ റോമൻ കത്തോലിക്ക ക്രിസ്തുമതം. പ്രാർത്ഥന ലാറ്റിൻ കാത്തലിക് എന്നും അറിയപ്പെടും. ഈ ലത്തീൻ കത്തോലിക്ക മതവിശ്വാസം ഈ രണ്ട് രാജ്യങ്ങൾ അവിടെ പ്രചരിപ്പിച്ചു. അതുകൊണ്ട് പൊതുവായിട്ട് ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെടുന്നു. ആ ലാറ്റിൻ അമേരിക്ക രണ്ട് രാജ്യങ്ങളെ കോളനികളുള്ളൂ, സ്പെയിനും പോർച്ചുഗലും. ഇതിൽ പോർച്ചുഗലിന്റെ കോളനി ഏതായിരുന്നു? ബ്രസീൽ മാത്രം. ബാക്കി എല്ലാ കോളനികളും ആരുടേതാ? സ്പെയിനിൻ്റെതാ. ഓക്കെ. അപ്പൊ സ്പെയിനിന്റെ കോളനിയായ വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ മോചിപ്പിച്ചതാരാണ്? മഹാനായ വിമോചകൻ, ദ ഗ്രേറ്റ് ലിബറേറ്റർ എന്നറിയപ്പെടുന്ന സൈമൺ ബൊളിവറാണ്. ഇത് കൂടാതെ ഒരു വിശേഷണം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്നതിന്റെ ഉപവിഭാഗമായിട്ടാണ് ലാറ്റിൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമ്മൾ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധിപ്പിച്ച് ഇദ്ദേഹത്തെ ഒരു പേരിട്ട് വിളിക്കാറുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സൈനിക നേതൃത്വം നൽകിയത് ആരായിരുന്നു? ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നു അല്ലെ? അതുപോലെ ലാറ്റിൻ അമേരിക്കയിൽ സൈനിക നേതൃത്വം നൽകിയത് സൈമൺ ബൊളിവർ ആയതുകൊണ്ട് ഇദ്ദേഹത്തെ എന്തെന്ന് വിളിക്കാറുണ്ട്? തെക്കേ അമേരിക്കയിലെ സൈമൺ ബൊളിവർ എന്ന് വിളിക്കാറുണ്ട്. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവറാണ്. മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. സൈമൺ ബൊളിവർ മഹാനായ വിമോചകൻ എന്നറിയപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്നു. മറക്കില്ലല്ലോ. അടുത്ത് പഠിക്കാം. യെസ്, താഴെ പറയുന്നവയിൽ സന്യാട്സന്റെ 3 തത്വങ്ങളിൽ ബാധകമാകാത്തത്. സന്യാട്സൻ 1911 ചൈനയില് മാഞ്ചു രാജവംശത്തെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിപ്ലവം നയിച്ച വ്യക്തിത്വമാണ് അല്ലെ? അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, സാമൂഹ്യ സേവനം നൽകുന്ന വ്യക്തിയായിരുന്നു, സാധാരണക്കാരെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. അത് വെച്ച് തന്നെ നിങ്ങൾ ഈ ടോപ്പിക് പഠിച്ചില്ലെങ്കിൽ പോലും ക്വസ്റ്റ്യൻ വായിക്കുന്ന നിങ്ങൾക്ക് ആൻസർ കിട്ടും. നോക്കി, 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ 3 ശരിയായിരിക്കും എന്നത് അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിച്ചുകൂടെ? ഉറപ്പിക്കും. സിമ്പിളാ. ദേശീയത പറഞ്ഞു. സമഗ്രാധിപത്യം പറഞ്ഞു, ഇല്ല. സോഷ്യലിസം പറഞ്ഞു, അതെ. ജനാധിപത്യം പറഞ്ഞു, അതെ. ക്വസ്റ്റ്യൻ നമ്മൾ ആ ഒരു ടോപ്പിക് പഠിച്ചില്ലെങ്കിൽ പോലും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടത് പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. പരീക്ഷകളിൽ പോയി പ്രസൻസ് ഓഫ് മൈൻഡ് കിട്ടാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പരീക്ഷകളിൽ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പരീക്ഷയ്ക്ക് മുമ്പ് ജസ്റ്റ് റിലാക്സ് ചെയ്ത് പോവുക, ഇത്തരം ചോദ്യങ്ങൾ പരിശീലിച്ച് പോവുക. എത്രത്തോളം വായിക്കാൻ പറ്റും അത്രത്തോളം ഒന്ന് വായിക്കാം. കാണാതെ പഠിക്കാനല്ല ഞാൻ പറയുന്നത്, വായിക്കാം. പത്രം വായിക്കുമ്പോൾ വായിക്കാം. നമുക്ക് എത്രത്തോളം വായിക്കുന്നു അതനുസരിച്ച് തലച്ചോറ് ചിന്തിച്ചു തുടങ്ങും, അത് നമുക്ക് ഓർമ്മ പുതുക്കുകയും ചെയ്യും. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 3 തത്വങ്ങളുണ്ട്, 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം തെറ്റായിരിക്കും, അതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇവിടുത്തെ ആൻസർ 1, 3, 4 ആണോ? ബാധകമല്ലാത്തത് തെറ്റായതാണ് ചോദ്യം അല്ലെ? തെറ്റായത്. അപ്പൊ 2 മാത്രം ഇവിടെ തെറ്റാണ്. കറക്റ്റ് അല്ലേ? ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ 2ാം ലോക മഹായുദ്ധവുമായി ബന്ധമില്ലാത്തത് എന്താ? കപടയുദ്ധം, സീ ലയൺ, ആർദിന യുദ്ധം, ഓപ്പറേഷൻ ബാർബറോസ. എന്താണ് ബന്ധമില്ലാത്തത്? 3 മാത്രം. ആർദിന യുദ്ധം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു അല്ലെ? അതെ, ഇസ്രയേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ളതാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ആർദിന യുദ്ധം എന്നറിയപ്പെടുക. ഈ ആർദിന യുദ്ധം നടന്നത് എപ്പോഴായിരുന്നു? 1967 ഇസ്രയേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള സംഘർഷാവസ്ഥ. പാലസ്തീന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്. സയനിസ്റ്റ് പ്രസ്ഥാനമൊക്കെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആർദിന യുദ്ധം മറക്കരുത്. ഇസ്രയേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള സംഘർഷാവസ്ഥയാണ് അറിയപ്പെടുക. ഈ കപട യുദ്ധം എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധം എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയൂടാ? സ്വാഭാവികമായിട്ടും പറയും 2ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് 1939 സെപ്റ്റംബർ മാസം 3-ാം തീയതി. നമുക്കറിയാം 1ാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ തന്നെ മറ്റൊരു ലോക മഹായുദ്ധത്തിന് ആർക്കും താല്പര്യമില്ല. വിജയ് ശിവൻ ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, ഇവർക്കൊന്നും താല്പര്യമില്ല. കാരണം 1ാം ലോക മഹായുദ്ധം ഏൽപ്പിച്ച സാമ്പത്തിക അരക്ഷിതാവസ്ഥയും 1929 സാമ്പത്തിക മാന്ദ്യവും ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചു. പക്ഷേ 1ാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ജർമ്മനിയും ഇറ്റലിയും തീവ്ര വംശീയ നിലപാടുകൾ ഉള്ളതുകൊണ്ട് തങ്ങളാണ് രാജ്യം ലോകം ഭരിക്കേണ്ടതെന്ന കാഴ്ചപ്പാടോടുകൂടി പകരം വീട്ടുക എന്ന ലക്ഷ്യത്തോട് യുദ്ധത്തിലേക്ക് പോവാണ്, അല്ലെങ്കിൽ പകരം വീട്ടുക എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് പോവാണ്. അതാണ് 2ാം ലോക മഹായുദ്ധത്തിന് കാരണമായത്. ശരിയല്ലേ? അല്ലെ? അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, യഥാർത്ഥത്തില് ഇവർക്കൊന്നും യുദ്ധത്തിന് താല്പര്യമില്ല.
1939 സെപ്റ്റംബർ മാസം 3-ാം തീയതി 1939 സെപ്റ്റംബർ മാസം 3-ാം തീയതി നമ്മുടെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധം പ്രഖ്യാപിച്ചതേ ഉള്ളൂ. യുദ്ധം പ്രഖ്യാപിച്ചു. അന്ന് തൊട്ട് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു എന്നാണ് നമ്മൾ കണക്കാക്കുക, നമ്മൾ പഠിക്കുക. പക്ഷേ ബ്രിട്ടനും ഫ്രാൻസ് യുദ്ധം ചെയ്യാൻ പോയില്ല. യുദ്ധം ആരംഭിക്കുന്നത് 1940 ഏപ്രിൽ മാസമാണ്. 1940 ഏപ്രിൽ മാസം. ഒന്ന് ചിന്തിച്ച്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇതിന്റെ ഇടയിൽ ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഒരു 6 മുതൽ 8 മാസക്കാലം വരെ യുദ്ധമൊന്നും ഇല്ലായിരുന്നു. ഇതിനെയാണ് കപട യുദ്ധം എന്ന് വിളിക്കുക. പ്രീവിയസ് ഓപ്ഷനിൽ കപട യുദ്ധം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചോദ്യമായി പിന്നീട് വന്നേക്കാം. അതുകൊണ്ടാണ് നമ്മൾ കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കുക. ഓക്കെ, ഇനി എന്താണ് ഓപ്പറേഷൻ സീ ലയൺ? എന്താണ് ഓപ്പറേഷൻ സീ ലയൺ? സീ ലയൺ എന്ന് തന്നിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ സീ ലയണും ഓപ്പറേഷൻ ബാർബറോസയുമാണ്. രണ്ടാം ലോക മഹായുദ്ധം ബന്ധപ്പെട്ടതാണ് കപട യുദ്ധം. ഓപ്പറേഷൻ സീ ലയൺ എന്ന് പറഞ്ഞാൽ എന്താ? ജർമ്മനിയുടെ ആക്രമണ പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ഈ ഓപ്പറേഷൻ സീ ലയണും ഓപ്പറേഷൻ ബാർബറോസയും എന്നറിയപ്പെടുക. ജർമ്മനി ബ്രിട്ടനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട്, ജർമ്മനി ബ്രിട്ടനെ ആക്രമിക്കുന്നതിന് വേണ്ടി നൽകിയിരുന്ന രഹസ്യനാമമായിരുന്നു ഓപ്പറേഷൻ സീ ലയൺ. ജർമ്മനി റഷ്യയെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകിയിരുന്ന രഹസ്യനാമമായിരുന്നു ഓപ്പറേഷൻ ബാർബറോസ. ഓക്കെ, രഹസ്യമായിരുന്നു ഇതൊക്കെ. പ്രത്യക്ഷത്തില് ജർമ്മനി എപ്പോഴും സുഹൃത്തുക്കളെ പോലെയൊക്കെ നിന്നിരുന്നു. പക്ഷെ ജർമ്മനി എന്ത് ചെയ്തു? പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായിട്ട് എന്ത് ചെയ്തു? പദ്ധതിക്ക് ആസൂത്രണം ചെയ്തു. അപ്പോ ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതി ഓപ്പറേഷൻ സീ ലയൺ എന്നും റഷ്യൻ ആക്രമണ പദ്ധതി ഓപ്പറേഷൻ ബാർബറോസ എന്നും അറിയപ്പെടുന്നു. അപ്പൊ കപട യുദ്ധവും സീ ലയണും ഓപ്പറേഷൻ ബാർബറോസയൊക്കെ രണ്ടാം ലോക മഹായുദ്ധം ബന്ധപ്പെട്ടതാണ്. ആർദിന യുദ്ധം എന്തുമായി ബന്ധപ്പെട്ടു? അറബ് ഇസ്രയേൽ സംഘർഷവുമായി ബന്ധപ്പെട്ടത്. സെറ്റാണേ? യെസ്. താഴെ പറയുന്നതിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നത്? ചേരിചേര പ്രസ്ഥാനം, സിയോണിസ്റ്റ് പ്രസ്ഥാനം, ജൂത ജനകീയ പ്രസ്ഥാനം, ജൂത വിമോചന പ്രസ്ഥാനം. ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് പഠിക്കാത്തവരാണെങ്കിൽ, സാധാരണ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടാണ് ഈ ഒരു കാറ്റഗറിക്ക് പഠിക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെയും അനന്തരം എന്ത് സംഭവിച്ചെന്നൊരു കാഴ്ചപ്പാടില്ല. അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. ജൂതന്മാർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട ആശയപ്രചരണമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുക. സിയോണിസ്റ്റ് പ്രസ്ഥാനം. ഈ സിയോണിസ്റ്റ് പ്രസ്ഥാനം 19-ാം നൂറ്റാണ്ടിൽ രൂപീകരിക്കപ്പെട്ടതാണ്. ഈ ഒരു ആശയപ്രചരണത്തിന് തുടക്കം കുറിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? തിയോഡർ ഹെർഷലാണ്. ആരാണ്? തിയോഡർ ഹെർഷൽ. അതിൽ ഷായും സായും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. തിയോഡർ ഹെർഷൽ. എസ് ആണ് ഇംഗ്ലീഷിൽ എഴുതുക, നമ്മൾ ഹെർഷൽ എന്ന് പറയും. അപ്പോ ജൂതർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിക്കപ്പെട്ടതാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് തിയോഡർ ഹെർഷലാണ്. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സംഘടന എന്നാണോ? അല്ല, ആശയപ്രചരണമാണ്. അല്ലെ, മൂവ്മെന്റ്. പ്രസ്ഥാനത്തിന്റെ ഇംഗ്ലീഷാണ് മൂവ്മെന്റ്. ശുദ്ധി മൂവ്മെന്റ്, സ്വദേശി മൂവ്മെന്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ആശയപ്രചരണമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അതുപോലെ സിയോണിസ്റ്റ് പ്രസ്ഥാനം ആശയപ്രചരണം. ഈ ആശയപ്രചരണത്തിന്റെ പിതാവായി കണക്കാക്കുന്നത്, നേതാവായി കണക്കാക്കുന്നത് തിയോഡർ ഹെർഷലിനെയാണെന്ന് പറഞ്ഞു. തിയോഡർ ഹെർഷല് എങ്ങനെയാണ് ഈ ആശയപ്രചരണത്തിന് തുടക്കം കുറിച്ച്? നമ്മുടെ നാട്ടില് സ്വാതന്ത്ര്യ സമരമൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ആശയം പ്രചരിക്കുന്നതിന് തുടക്കം കുറിക്കുക? അവരുടെ പത്രമാധ്യമങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ പുസ്തകത്തിലായിരിക്കും, അല്ലെ? അതേന്നെ, ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് ഇദ്ദേഹം ആശയം പ്രചരിപ്പിക്കുക. ഇദ്ദേഹത്തിന്റെ പുസ്തകമായിരുന്നു ദ ജൂയിഷ് സ്റ്റേറ്റ്. ദി ജൂയിഷ് സ്റ്റേറ്റ്. ജൂയിഷ് സ്റ്റേറ്റ് എന്ന ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് ജൂതന്മാർക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രം വേണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. ദി ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തത് 1896 ഒന്നാം ആധുനിക ഒളിമ്പിക്സ് നടന്നത് 1896 ആ വർഷം കണക്ട് ചെയ്താൽ മതി. 1896 തുർക്കി സാമ്രാജ്യത്തിന് കീഴിലായിരുന്ന പാലസ്തീൻ ഭൂപ്രദേശം ഒന്നാം ലോക മഹായുദ്ധാനന്തരം ആരുടെ കൈവശമെത്തി? ബ്രിട്ടന്റെ കൈവശമെത്തി. അപ്പൊ ബ്രിട്ടൻ എന്ത് ചെയ്തു? നേരത്തെ ഈ തിയോഡർ ഹെർഷൽ പറഞ്ഞ കാര്യം അംഗീകരിച്ചു. ആരാണ് അംഗീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടന്റെ
വിദേശകാര്യ വക്താവ് ആർതർ ബാൽഫർ. ആർതർ ബാൽഫർ 1917 പ്രഖ്യാപിച്ചു, എന്ത് ചെയ്യും, ജൂതന്മാർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു രാഷ്ട്രം പ്രഖ്യാപിക്കും. തുർക്കിയുടെ കീഴിലായിരുന്നു ഈ എന്താ പാലസ്തീൻ ഭൂപ്രദേശം. അവിടെ അറബ് വംശജനാണ് നിലവിൽ താമസിക്കുന്നത്. ആ അറബ് വംശജരെ അവിടെ നിന്ന് ഒഴിവാക്കി പൂർണ്ണമായും ജൂതന്മാർ മാത്രം ഉൾക്കൊള്ളുന്ന രാജ്യം സ്ഥാപിക്കുമെന്നാണ് ആര് പ്രഖ്യാപിച്ചത്? ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്ത് 1917 നമ്മുടെ ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനായ വിദേശകാര്യ നയതന്ത്രജ്ഞനായ ആർതർ ബാൽഫർ പ്രഖ്യാപിക്കുക. ഇതിനെ ബാൽഫർ പ്രഖ്യാപനം എന്നൊക്കെ പറയാറുണ്ട്. സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടർച്ചയാണ് ഈ ബാൽഫർ പ്രഖ്യാപനം കേട്ടോ. അപ്പോൾ സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച തുടിയുടെ ഹെർഷൽ 1896 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലൂടെ, തുടർന്ന് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്ത് ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനായ ആർതർ വെൽഫർ പറഞ്ഞു 1917 തുർക്കിയുടെ അധീനതയിലുള്ള പാലസ്തീൻ പിടിച്ചെടുക്കുകയും ആ പാലസ്തീനിൽ എന്ത് ചെയ്യും, ജൂതന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക രാഷ്ട്രം സ്ഥാപിക്കും, അവിടെ ഇപ്പൊ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന അറബ് വംശജരെ പുറത്താക്കും. അങ്ങനെ പാലസ്തീനിലെ അറബ് വംശജരെ പുറത്താക്കിക്കൊണ്ട് ജൂതന്മാർക്ക് വേണ്ടി മാത്രമായി 1948 ഇസ്രയേൽ എന്ന രാഷ്ട്രം സ്ഥാപിച്ചു. 1948 ഇസ്രയേൽ എന്ന രാഷ്ട്രം സ്ഥാപിച്ചു. അപ്പൊ ഇസ്രയേൽ രൂപീകരിക്കുന്നത് ജൂതന്മാർക്ക് വേണ്ടി ഏത് വർഷം? 1948. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം, കണക്റ്റഡ് ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാജ്യം ഏത്? നിങ്ങൾ ചിലപ്പോൾ ഇസ്രയേൽ എന്ന് പറഞ്ഞേക്കാം. തെറ്റാണ്, അമേരിക്കയാണ്. ജൂതമതം ഔദ്യോഗിക മതമായിട്ടുള്ള രാജ്യമാണ് ഇസ്രയേൽ. ഇസ്രയേലിൽ ജൂതൻ വിഭാഗം മാത്രമേ ഉള്ളൂ. എന്നാൽ അമേരിക്കയിൽ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഇനി നമ്മുടെ കർത്തവർഗക്കാരുണ്ട്. പക്ഷെ എണ്ണത്തിൽ ജൂതന്മാർ കൂടുതൽ എവിടെയാണ്? അമേരിക്കയിലാണ്. ഔദ്യോഗിക മതം ജൂതമതമായിട്ടുള്ള രാജ്യം ഏതാ? ഇസ്രയേലാണ്. നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി, ഇസ്രയേൽ എന്തൊക്കെ കാര്യം ചെയ്തു കഴിഞ്ഞാലും അമേരിക്ക സപ്പോർട്ടായിട്ട് വരും. ആണോ അല്ലേ? അമേരിക്ക ഒരിക്കലും ഇസ്രയേലിനെ വിട്ടുകൊടുക്കില്ല അല്ലെ? കാരണം ആ ഒരു വംശീയ ഏകീകരണമാണ്. നമ്മള് സാമുദായിക ധ്രുവീകരണം എന്നൊക്കെ പറയും. അത് ലോകത്തെന്നും സാമുദായിക ധ്രുവീകരണം തന്നെയാണ് നിയന്ത്രിക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണം സാമുദായിക ധ്രുവീകരണമായിരുന്നു, വംശീയ പ്രസ്ഥാനങ്ങളായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായ രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായതും ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടെങ്കിൽ അതിനും കാരണം എന്ത് തന്നെയായിരിക്കും? സാമുദായിക ധ്രുവീകരണം തന്നെയായിരിക്കും. ഓക്കെ, മനസ്സിലുണ്ടാവട്ടെ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ജൂതന്മാർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോട് പ്രവർത്തിച്ചത് എന്താണ്? സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് എന്ന കാര്യം മറക്കരുത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്ന നേതാവാണ്. വിമോചകൻ, ദ ഗ്രേറ്റ് ലിബറേറ്റർ, നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ അല്ലെ? സൈമൺ ബൊളിവർ അല്ലെ? സൈമൺ ബൊളിവർ ആണ് എന്ത് പേരിൽ അറിയപ്പെടുക? ദ ഗ്രേറ്റ് ലിബറേറ്റർ, മഹാനായ വിമോചകൻ എന്നറിയപ്പെടുന്നത്. മഹാനായ വിമോചകൻ എന്നറിയപ്പെടുന്നത്. പിന്നെ ജോർജ് വാഷിംഗ്ടൺ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ആളല്ല. തെക്കേ അമേരിക്കയിൽ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്നതും സൈമൺ ബൊളിവർ തന്നെ, നമ്മൾ പറഞ്ഞു. പിന്നെ രണ്ടുപേരും കൂടെ ഉണ്ട്, ഈ ഫ്രാൻസിസ്കോ മിരാണ്ടയും ജോസെ ഡി സാൻ മാർട്ടിനും. ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ്? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ആ രണ്ടുപേരെ കുറിച്ചുകൂടി നമുക്ക് നോക്കാം. ഫ്രാൻസിസ്കോ മിരാണ്ട ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിത്വം തന്നെയാണ്. അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ തുടക്കക്കാരൻ എന്ന് വിളിക്കുന്നു. വിപ്ലവങ്ങളുടെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഫ്രാൻസിസ്കോ മിരാണ്ടയാണ്. യൂറോപ്യൻ ആധിപത്യം, അതായത് സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും ആധിപത്യത്തിനെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയത് ഫ്രാൻസിസ്കോ മിരാണ്ടയായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുക? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന്റെ തുടക്കക്കാരൻ എന്ന് വിളിക്കുക. മനസ്സിലായോ? ഇനി ജോസെ ഡി സാൻ മാർട്ടിൻ, ലാറ്റിൻ അമേരിക്കയുടെ പ്രൊട്ടക്ടർ, ദ പ്രൊട്ടക്ടർ ഓഫ് ലാറ്റിൻ അമേരിക്ക, ലാറ്റിൻ അമേരിക്കയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ജോസ് ഡി സാൻ മാർട്ടിൻ ആണ്. ജോസെ ഡി സാൻ മാർട്ടിൻ. കൂടാതെ സൈമൺ ബൊളിവറുടെ എന്നറിയപ്പെടുന്നതും ആര് തന്നെ? ജോസെ ഡി സാൻ മാർട്ടിൻ തന്നെ. മറക്കല്ലേ? അപ്പോ ലാറ്റിൻ അമേരിക്കയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതും സൈമൺ ബൊളിവറുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതും ജോസെ ഡി സാൻ മാർട്ടിൻ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ്കോ മിരാണ്ട. ലാറ്റിൻ അമേരിക്കയുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മഹാനായ വിമോചകൻ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവർ.
തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവർ തന്നെ. സെറ്റാണേ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച മൂലകം ഏതാണ്? അല്ലെ, നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ? അതെ, ക്ലോറിൻ അല്ലെ. ഒന്നാം ലോക മഹായുദ്ധത്തില് രാസായുധമായി ഉപയോഗിച്ച മൂലകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറിൻ ആണ്. മറക്കില്ലല്ലോ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ചത് ക്ലോറിൻ ആണ് എന്ന കാര്യം മറക്കരുത്. വിഷവാതകം ക്ലോറിൻ ഉപയോഗിച്ചു. ഈ ക്ലോറിൻ ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജർമ്മനിയാണ്. ക്ലോറിൻ ആദ്യം ഉപയോഗിച്ച ആരാണ്? ജർമ്മനിയാണ്. ക്ലോറിൻ മാത്രമാണോ ഉപയോഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണോ? അല്ല. ക്ലോറിനും കൂടാതെ എന്തുമുണ്ടായിരുന്നു? മസ്റ്റാർഡ് ഗ്യാസ് ഉണ്ടായിരുന്നു. മസ്റ്റാർഡ് ഗ്യാസ്, ക്ലോറിൻ, മസ്റ്റാർഡ് ഗ്യാസ് എന്നിവയാണ് വിഷവാതകങ്ങളായി ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. ആദ്യമായി യുദ്ധ ടാങ്ക് ഉപയോഗിച്ചത് ബ്രിട്ടൻ ആണ് കേട്ടോ. ആദ്യമായി യുദ്ധ ടാങ്ക് ഉപയോഗിച്ചത് ആരായിരുന്നു? ബ്രിട്ടൻ ആയിരുന്നു. അതും മറക്കാതിരിക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോ കുറെ ചോദ്യങ്ങൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മുടെ സംഘടനകളുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മൂന്നാമത്തെ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാം. അപ്പൊ ഇത്രയും കൃത്യമായി പഠിക്കുക. ഞാൻ പറഞ്ഞ കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കുക. നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് PSCയുടെ ചോദ്യ നിലവാരം മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് പഠിച്ചു വെക്കണം. കാരണം PYQ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് പഠിച്ചു പോകണം അടുത്ത പരീക്ഷയിൽ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം.